മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് KPCCയുടെയും DCCയുടെയും അനുമതിയോടെയെന്ന് പൊന്മുണ്ടത്തെ മുസ്ലിം ലീഗ് നേതൃത്വം. പൊന്മുണ്ടത്തെ കോൺഗ്രസ് പദയാത്രയിൽ ലീഗിനെ വർഗീയമായി ചിത്രീകരിച്ചെന്നും ആരോപണം. ലീഗ് വീണ്ടും ഒറ്റയ്ക്ക് ഭരണം പിടിക്കുമെന്നും പൊന്മുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മൊയ്തീൻകുട്ടി മീഡിയ വണ്ണിനോട് പറഞ്ഞു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി തന്നെ PK മൊയ്തീൻകുട്ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു ഐക്യം തകരാനുള്ള ഒരു കാരണം? ആരാണ് ഇതിൽ ഇടപെട്ടത്? ഇവിടെ കാലങ്ങളായിട്ട് UDF ഉണ്ടായിരുന്നില്ല. UDF എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരും നന്നായിട്ട് UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇഷ്ടപ്പെടുന്ന, അത് നന്നായിട്ട് ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു 8 മാസം മുമ്പ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരുന്നു. പക്ഷേ ഈ ചർച്ച ഇരുന്നല്ലാതെ ഈ ചർച്ചയിലേക്ക് തന്നെ ഇത് വരരുത്, ചർച്ച അലസിപ്പോണം എന്നുള്ള അടിസ്ഥാനത്തിൽ DCC സെക്രട്ടറി, അതേപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം പിന്നെ ഇതിന് പരമാവധി പാര വെക്കുന്ന പണിയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗം ഞങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് പറയാൻ കാരണം, ഇതുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ DCCയുടെ ജില്ലാ തലത്തിലുള്ള UDFൻ്റെ യോഗത്തിലേക്ക് ഞങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചു. ഈ യോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ മങ്ങിയ ഒരു അവസ്ഥയിലേക്കാണ് അന്നത്തെ യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടുത്തെ DCCയുടെ മലപ്പുറം ജില്ലാ DCCയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു UDF സംവിധാനം പൊന്മുണ്ടം പഞ്ചായത്തിൽ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഇവരൊരു പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. ആ പദയാത്ര നമ്മൾ നേരത്തെ പറയാൻ കാരണം, ആ പദയാത്ര തന്നെ ഇവിടുത്തെ DCCയുടെ നേതൃത്വം അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇവിടെ പിന്നെ ആ ജാഥ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ വളരെ രൂക്ഷമായ രീതിയിലുള്ള വർഗീയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ ദേശീയ നേതൃത്വത്തെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തൊക്കെ ചീത്ത വിളിക്കുന്ന, വളരെ വർഗീയപരമായിട്ട് രീതിയിൽ പറയുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഇതിലൊക്കെ വന്നിരുന്നത്. ഈ KPCCയുടെയും അതോടൊപ്പം DCCയുടെയും പിൻബലത്തോടു കൂടി തന്നെയാണ് പൊന്മുണ്ടത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അവരുടെ അനുമതിയോടെയാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിമർശനം. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.